എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയോടുകൂടി നമ്മൾ രണ്ടാം സെമസ്റ്ററിലെ സൈക്കോളജിയുടെ ക്ലാസ്സുകൾ ആ ഒരു പേപ്പർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ സെമസ്റ്റർ 3 ഇംഗ്ലീഷ് ആണ്. പേപ്പർ നമ്പർ 304 ടീച്ചിങ് കോമ്പറ്റൻസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളതാണ് ഈ ഒരു പേപ്പറിന്റെ പേര്. ഇതിൽ പ്രധാനമായിട്ടും 4 ചാപ്റ്ററുകളാണുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇഫക്റ്റീവ് ക്ലാസ് റൂം ട്രാൻസാക്ഷൻ, രണ്ടാമത്തത് അസസ്മെന്റ് ഇൻ ലാംഗ്വേജ് ലേണിംഗ്, മൂന്നാമത്തത് അഡാപ്റ്റേഷൻ ആൻഡ് ഇൻക്ലൂഷൻ, നാലാമത്തേത് എക്സ്പ്ലോറിംഗ് സ്കൂൾ റിസോഴ്സസ് എന്നിവയാണ്. മൂന്നാം സെമസ്റ്ററിൽ ഇംഗ്ലീഷിന് പരീക്ഷയുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് എന്നുള്ള കാര്യം ആദ്യമായിട്ട് അവിടെ ഓർത്തിരിക്കുക. അപ്പോ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം, നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ഡിജിറ്റൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെ ആവുമ്പോൾ എനിക്കും അതിനനുസരിച്ച് കൂടുതൽ മെച്ചപ്പെടാൻ കഴിയും. ഇനി നമുക്ക് അധികം സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന പാർട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ഇപ്പൊ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ആ ഒരു പേപ്പറിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. There is a growing demand for English language in all walks of life. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എന്താണ്, ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. Since the use and usage of this language has been very significant, it is essential to have a sound knowledge and understanding of the fundamentals of the English language. അപ്പൊ നമ്മളെ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു പ്രാധാന്യം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷിന് കൃത്യമായിട്ടുള്ള ഒരു നോളേജും അതിന്റെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ അതിന്റെ ബേസിക്കുകളെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിവും ആവശ്യമാണ്. This semester aims at developing teaching competence among students, teachers for improving classroom transaction. അപ്പൊ ഈ ഒരു സെമസ്റ്റർ എയിം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല്, നമ്മളുടെ ടീച്ചിങ് കോമ്പറ്റൻസ് വർദ്ധിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട്? നല്ല രീതിയിലുള്ള ക്ലാസ് റൂം ബോധനത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ടീച്ചിങ് കോമ്പറ്റൻസ് ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെമസ്റ്ററിന്റെ ഉദ്ദേശം. Moreover, as a part of this semester, the student teachers are made competent enough to communicate the target language effectively. ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതിലൂടെ ഈ ഒരു ലാംഗ്വേജും കൂടി കൂടുതലായിട്ട് പഠിക്കുവാനായിട്ടുള്ള അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടാർഗറ്റും കൂടെ ഈ ഒരു പാഠഭാഗം പഠിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. Being prospective teachers, they are also expected to attain ICT competencies and skillful in the use of strategies and technique for catering to the multiple need of the students and in particular the specific of needs of CWSN students. അപ്പൊ അവിടെ നമ്മൾ ICTയുടെ പ്രാധാന്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിൽ കൂടെയുള്ള ഒരു ഇംപ്രൂവ്മെന്റിന്റെ കാര്യം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. This semester also intend to develop a set of competencies which will make them proficient in their teaching career. അപ്പോ
ഒരുപാട് കോമ്പറ്റൻസീസ് ഇവിടെ എന്താവുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യാൻ നമുക്കുണ്ട്. അത് നമ്മളുടെ ഭാവിയിലുള്ള ടീച്ചിങ് കരിയറിനെ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സഹായിക്കുന്ന തരത്തിലുള്ളവ ആയിരിക്കും എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കുക. ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ വളരെ സ്ലോയിൽ തന്നെ പോവാം. ആദ്യം നമ്മളൊന്ന് ഇംഗ്ലീഷ് വായിച്ച് ആ ഇംഗ്ലീഷിൽ ഉള്ള അർത്ഥം ഒന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അതിന്റെ മലയാള അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കി പോയാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കുറച്ച് എളുപ്പമാവും. കാരണം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടും അതേപോലെ തന്നെ വളരെ മെല്ലെയും ഈ ഒരു ചാപ്റ്ററുകൾ കൈകാര്യം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ യൂണിറ്റിലേക്ക് കിടക്കാം. ആദ്യത്തെ യൂണിറ്റിന്റെ പേര് ഇഫക്റ്റീവ് ക്ലാസ് റൂം ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. അപ്പോ നമ്മള് അധ്യാപക വിദ്യാർത്ഥികളാണ്. അപ്പോ നമ്മുടെ ആ ഒരു ക്ലാസ് റൂം ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, ഇഫക്റ്റീവ് ആയിട്ട് നടക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് അവിടെ ആദ്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്കിവിടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാം. ദ റോൾ, ഫങ്ഷൻ ആൻഡ് എക്സ്പെക്റ്റഡ് കോമ്പറ്റൻസ് ഓഫ് ടീച്ചേഴ്സ് ഹാവ് അണ്ടർഗോൺ എ ഡ്രാസ്റ്റിക് ചേഞ്ച്. ഒരു അധ്യാപകന്റെ റോൾ, അതുപോലെ അധ്യാപകന്റെ ഫങ്ഷൻസ്, അതേപോലെ തന്നെ അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള കഴിവുകളൊക്കെ ഈ ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ദ ചേഞ്ചിങ് ക്ലാസ് റൂം പ്രാക്ടീസസ് ആൻഡ് ദ റിക്വയർമെന്റ് ഓഫ് ദ സൊസൈറ്റി ഹാവ് ബീൻ നെസസിയേറ്റഡ് ക്വാളിറ്റി ട്രാൻസാക്ഷണൽ പ്രാക്ടീസ് എമംഗ് ടീച്ചേഴ്സ്. അപ്പൊ ഇപ്പൊ ഒരു മാറിയ ക്ലാസ് റൂം പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ രീതികളും, പിന്നെ നമ്മളെ അധ്യാപകരെന്ന നിലയിൽ നമുക്ക് സൊസൈറ്റി ആവശ്യപ്പെടുന്ന കുറെ റിക്വയർമെന്റ്സ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ എന്താവണം, കൂടുതൽ ക്വാളിറ്റി പരമായിട്ടുള്ള കൂടുതൽ നല്ല രീതിയിലുള്ള പ്രാക്ടീസുകൾ എന്ത് ചെയ്യണം, ഈ ഒരു ട്രാൻസാക്ഷൻ മേഖലയിൽ നമ്മൾ പരിചയപ്പെടേണ്ടതും നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവേണ്ടതുമുണ്ട്. ആസ് ഫാർ ആസ് ലാംഗ്വേജ് ക്ലാസ് റൂം ഈസ് കൺസേൺ, ഇപ്പൊ നമ്മളൊരു ലാംഗ്വേജ് ക്ലാസ് റൂമിനെ കൺസിഡർ ചെയ്യുമ്പോൾ the students teachers need to be equipped with effective transaction style in order to impart the content and at the same time get the learners learn the target language and use it. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ആ കണ്ടന്റ് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ കുട്ടികൾ ആ ഒരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടും അതിനുള്ള മെത്തേഡുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് എക്യുപ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Therefore, student teachers should acquire transactional skill as well as content knowledge for the language teaching. അപ്പോ ടീച്ചർമാർ എന്ത് ചെയ്യണം, ഈ ഒരു ട്രാൻസാക്ഷണൽ സ്കിൽസും അതേപോലെ തന്നെ കണ്ടന്റ് നോളേജും ഈ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൈവരിക്കണം എന്നുള്ളതാണ് ആ ഒരു ഇൻട്രോ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പാഠഭാഗം പഠിക്കുന്നതിലൂടെയുള്ള പ്രധാനപ്പെട്ട ലേണിംഗ് ഔട്ട്കംസ് എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐഡന്റിഫൈ ദ എലമെന്റ്സ് ഓഫ് ടീച്ചർ ടോക്ക് ആൻഡ് അപ്ലൈ ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. അപ്പൊ ടീച്ചർ ടോക്ക് എന്നുള്ള കാര്യം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്. അതിന്റെ ക്ലാസ് റൂമിലുള്ള യൂസും കൂടിയാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഇനി അടുത്തതായിട്ട് അണ്ടർസ്റ്റാൻഡ് ദ പാരാലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് ഇൻ ടീച്ചർ ടോക്ക്. ഈ ഒരു ടീച്ചർ ടോക്കിലുള്ള പാരാലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് നമ്മൾ പഠിക്കും. അപ്ലൈ ദ അക്വേർഡ് ഓറൽ കോമ്പറ്റൻസീസ് ഇൻ ദ ക്ലാസ് റൂം സിറ്റുവേഷൻ. നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള ഓറൽ കോമ്പറ്റൻസീസ് നമ്മളുടെ ക്ലാസ് റൂമിൽ
അവതരിപ്പിക്കാൻ കൂടെ നമ്മൾ പ്രാപ്തരാവണം. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ലേണിംഗ് ഔട്ട്കമുകൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിലൊന്ന് ടീച്ചർ ടോക്ക് ആണ്, രണ്ടാമത്തത് ക്വാളിറ്റീസ് ഓഫ് ടീച്ചർ ടോക്ക് ആണ്, മൂന്നാമത്തത് ടീച്ചർ ടോക്കിന്റെ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആണ്, പിന്നെ നാലാമത്തതായിട്ട് ഒരു ടീച്ചർ ടോക്ക് എറർ ഫ്രീ ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുമാണ്. അപ്പൊ നമ്മൾ ഇനി ടീച്ചർ ടോക്ക്, അത് ലളിതമായിട്ട് ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ടീച്ചർ പറയുമ്പോൾ അത് ടീച്ചർ ടോക്ക് ആയിരിക്കും എന്നുള്ളൊരു ബേസിക് കോമൺ സെൻസ് അവിടെ യൂസ് ചെയ്യാം. അപ്പോ ഇവിടെ ഇനി അടുത്തതായിട്ട് പറയുന്നത് ലോങ്മാൻസ് ഡിക്ഷണറിയിൽ ഈ ഒരു ടീച്ചേഴ്സ് ടോക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നതാണ്. That variety of language sometimes used by teachers when they are in the process of teaching. In trying to communicate with learners, teachers often simplify their speech, give many of the characteristics of the foreign talk and other simplified styles of speech addressed to language learning. അപ്പോ ലോങ്മൻ ഡിക്ഷണറി 1992 ഈ ഒരു ടീച്ചേഴ്സ് ടോക്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ദ വെറൈറ്റി ഓഫ് ലാംഗ്വേജ്, ഒരു ടീച്ചർ ഉപയോഗിക്കുന്ന വെറൈറ്റി ഓഫ് ലാംഗ്വേജ് എപ്പോൾ, വെൻ ദേ ആർ ഇൻ ദ പ്രോസസ് ഓഫ് ടീച്ചിങ്, അവർ പഠിപ്പിക്കുമ്പോൾ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഇൻ ട്രൈയിങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ലേണേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ടീച്ചേഴ്സ് ഓഫ്റ്റൻ സിംപ്ലിഫൈ ദെയർ സ്പീച്ച്, അവരെന്ത് ചെയ്യും? അവരുടെ സ്പീച്ച് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യും. ഗിവിംഗ് മെനി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോറിൻ ടോക്ക്, ചില ഫോറിൻ ടോക്കുകളുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് അവരുടെ സംഭാഷണത്തിൽ കൊണ്ടുവരും. ആൻഡ് അതർ സിംപ്ലിഫൈഡ് സ്റ്റൈൽസ് ഓഫ് സ്പീച്ച് അഡ്രസ്ഡ് ടു ദി ലാംഗ്വേജ് ലേണേഴ്സ്. ഈ ഒരു ഡെഫിനിഷൻ കണ്ടിട്ട് ഭീകരമായിട്ട് നമുക്കൊരു പേടിയൊന്നും വരേണ്ട കാര്യമില്ല. ഒരു ക്ലാസ്സിൽ അധ്യാപിക സംസാരിക്കുന്ന എന്ത് കാര്യവും നമ്മൾ ഒരു ടീച്ചർ ടോക്ക് ആയിട്ട് പരിഗണിക്കാൻ പറ്റും. കുട്ടികളെ തന്റെ ലേണിങ്ങിനെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എന്താണ് ഈ ഒരു ടീച്ചർ ടോക്കിൽ പലതരത്തിലുള്ള തന്ത്രങ്ങളും ഉപയോഗിക്കും. അപ്പൊ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ടീച്ചർ ടോക്ക് എന്താണ് എന്ന് ആദ്യമായിട്ടൊരു പ്രാഥമികമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി അവിടെ പറഞ്ഞിരിക്കുന്ന വിവിധ കാര്യങ്ങൾ എന്തെല്ലാം ആണെന്ന് നോക്കാം. ക്യാൻ യു ഇമാജിൻ എ ക്ലാസ് വിത്തൗട്ട് ടീച്ചർ ടോക്ക്? നിങ്ങൾക്ക് ടീച്ചർ ടോക്ക് ഇല്ലാത്ത ഒരു ക്ലാസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അത് നമുക്ക് ആ ഒരു ഡിസ്കഷൻ നമ്മൾ ഒരു ചോദ്യത്തിലൂടെ തുടങ്ങാം. ആ ചോദ്യം എന്താണ്? വാട്ട് ഈസ് മെന്റ് ബൈ ടീച്ചർ ടോക്ക്? അപ്പോ ആ ഒരു ചോദ്യത്തിലൂടെ ആ ഒരു എന്താ പറയാ ഒരു ഡിസ്കഷൻ നമുക്ക് ആരംഭിക്കാം. ഓൾ ടീച്ചേഴ്സ് നീഡ് ടു ഇന്ററാക്ട് ഇൻ ദ ക്ലാസ്. നമുക്കറിയാം എല്ലാ ടീച്ചർമാരും ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യേണ്ടത് അത്രത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. കാര്യം ആ ഒരു ഇന്ററാക്ഷൻ നടക്കാണ്ട് നമുക്ക് ഒരിക്കലും ക്ലാസ്സിൽ നിൽക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ടീച്ചർ വെറുതെ വന്ന് ഇങ്ങനെ രാവിലെ ഒരു വൈകുന്നേരം വരെ ഇരുന്ന സ്കൂളുകളുടെ അവസ്ഥ എന്താവുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇൻ അവർ കോണ്ടെക്സ്റ്റ്, classroom is the main place where the students are frequently exposed to the English language. നമ്മളുടെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ക്ലാസ് റൂമാണ് എപ്പോഴും ഈ ഒരു സ്റ്റുഡൻസ് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് എക്സ്പോസ് ചെയ്തിട്ടുള്ള സ്ഥലം എന്നവിടെ ഓർത്തിരിക്കുക. വാട്ട് എവർ ദ ടീച്ചർ സേസ് ഇൻ ദ ക്ലാസ് റൂം ക്യാൻ ബി കൺസിഡേർഡ് ആസ് ടീച്ചർ ടോക്ക്. ഇതാണ് മോളത്തെ ഡെഫിനേഷനെക്കാളും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്.
ഒരു ക്ലാസ്സിൽ ടീച്ചർ എന്തൊക്കെ പറയുന്നു അതൊക്കെ എന്താണ് ടീച്ചർ ടോക്ക് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഏറ്റവും ലളിതമായിട്ട് പറയുന്നത് അതാ. The language used by the teacher for communicating in the classroom is also known as teacher talk. അപ്പൊ ടീച്ചർ അവിടെ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ക്ലാസ് റൂമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന് നമുക്ക് എന്ത് പറയാം? ടീച്ചർ ടോക്ക് എന്ന് പറയാം. ടീച്ചർ ടോക്ക് പ്ലേസ് എ വെരി പ്രോമിനന്റ് റോൾ ഇൻ equipping the children acquire character, knowledge, skill and attitude. ഈ ഒരു ടീച്ചർ ടോക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതൊരു പ്രോമിനന്റ് റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികളിൽ ക്യാരക്ടർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കുട്ടികളിൽ നോളജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, സ്കിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വിവിധങ്ങളായ ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ടീച്ചർ ടോക്ക് ഇൻക്ലൂഡ്സ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ടീച്ചർ പോസസ് ഇൻ ദ ക്ലാസ് റൂം. ആ ഒരു ടീച്ചർ ടോക്ക് എന്താവാം? കുട്ടികൾക്ക് മുന്നിൽ ടീച്ചർ അവതരിപ്പിക്കുന്ന ഒരു ചോദ്യമാവാം. ദ ഡിസ്കഷൻ ദാറ്റ് ഈസ് ഇനിഷിയേറ്റഡ് ഓൺ സ്പെസിഫിക് ഇഷ്യൂസ് ആൻഡ് ഓൾസോ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഷീ ഓർ ഹീ gives to the learners at various phases of the classroom instruction. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ടീച്ചർ ഇനിഷിയേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്കഷനോ അതേപോലെ തന്നെ ടീച്ചർ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻസോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടീച്ചർ ടോക്കുമായിട്ട് ബന്ധപ്പെടുത്താം. അല്ലെങ്കിൽ ഇവയൊക്കെ എന്താണ്? ഈ ഒരു ടീച്ചർ ടോക്കിൽ ഉൾപ്പെടുന്നതാണ്. ഇൻ എ ക്ലാസ് റൂം ടീച്ചർ ടോക്ക് ഈസ് യൂസ്ഡ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. ഒരു ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ടീച്ചർ ടോക്ക് ഡിഫറെന്റ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് ഡിഫറെന്റ് പർപ്പസുകൾ എന്ന് നമുക്ക് നോക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ഈ പറയുന്ന ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സബ് ഹെഡിങ് പഠിച്ചു വെക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് അതിൽ നിന്ന് അത് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്തിട്ട് മാർക്ക് വാങ്ങാൻ കഴിയും. അപ്പോ ഇവിടെ ടീച്ചർ ടോക്ക് ഉപയോഗിക്കുന്ന വിവിധ സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ജനറേറ്റിംഗ് ഡിസ്കഷൻ ആണ്. രണ്ടാമത്തത് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് എലിസൈറ്റിംഗ് റെസ്പോൺസസ് ആണ്. മൂന്നാമത്തത് എന്താണ്? കുട്ടികൾക്ക് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്ഷൻ ആണ്. അടുത്തതായിട്ട് ഗെറ്റിംഗ് ഫീഡ്ബാക്ക്. കുട്ടികളുടെ ഫീഡ്ബാക്കുകൾ നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യം, ഒരു സ്മോൾ ടോക്കിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്നതും ഈ ഒരു ടീച്ചർ ടോക്കായിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ നമുക്കിനി ഒന്നാമത്തെ കാര്യം നോക്കാം. The teacher who follows the constructive paradigm should know how to generate discussion in the classroom. അപ്പൊ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ ക്ലാസ് ഫോളോ ചെയ്യുന്ന ഒരു അധ്യാപകന് എപ്പോഴും ഒരു ഡിസ്കഷൻ ജനറേറ്റ് ചെയ്യാൻ കഴിയണം. ഇൻ ദ പ്രസന്റ് ക്ലാസ് റൂം സെനാരിയോ there are chances of discussion, debates, seminars, project and similar activities. ഇന്നത്തെ ക്ലാസ് റൂം സെനാരിയോകളിൽ നമുക്ക് ഡിസ്കഷൻസ് നടത്താം, ഡിബേറ്റ് നടത്താം, സെമിനാർ നടത്താം, പ്രൊജക്ട് നടത്താം, അതേപോലുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ നടത്താം. ഇറ്റ് ഈസ് ദ റോൾ ഓഫ് ദ ടീച്ചർ ടു ജനറേറ്റ് ഡിസ്കഷൻ ബിഫോർ ദ ആക്ടിവിറ്റീസ്. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡിസ്കഷൻ ജനറേറ്റ് ചെയ്യേണ്ടത് ടീച്ചറുടെ ഒരു ഉത്തരവാദിത്വമാണ്. സോ ആസ് ടു എനേബിൾ ദ ചിൽഡ്രൻ ടു ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിംഗ് ദ ആക്ടിവിറ്റി. അതിലൂടെ ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് കുട്ടിക്ക് ഒരു ധാരണ ലഭിക്കുന്നു. നോർമലി ആസ് എ പാർട്ട് ഓഫ് ജനറേറ്റിംഗ് ഡിസ്കഷൻ, teacher asks questions and describe or narrate things which can lead to the topic. അപ്പോ നോർമലി ആയിട്ട് ഒരു
ഡിസ്കഷൻ ജനറേറ്റ് ചെയ്യാൻ ടീച്ചർ എന്ത് ചെയ്യും? ചോദ്യങ്ങൾ ചോദിക്കും. അതേപോലെ തന്നെ വിവിധ കാര്യങ്ങളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ നറേഷനും നടത്തും എന്നുള്ളത് അവിടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തതായിട്ട് പറയുന്നത് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് എലിസിറ്റിംഗ് റെസ്പോൺസസ്. എ ടീച്ചർ ഹാസ് ടു ഇന്ററാക്ട് വിത്ത് ദ ചിൽഡ്രൻ ത്രൂ ക്വസ്റ്റ്യൻസ്. ഒരു ടീച്ചർ കുട്ടികളുമായിട്ട് ചോദ്യങ്ങളിലൂടെ ഇന്ററാക്ട് ചെയ്യണം. എന്തിന്? ഫോർ എലിസിറ്റിംഗ് റെസ്പോൺസസ്, ഡയലോഗ്സ് ആൻഡ് ബൈ ക്ലിയറിംഗ് ദെയർ ഡൗട്ട്സ്. കുട്ടികളുടെ റെസ്പോൺസുകൾ നമുക്ക് എലിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുവഴി കുട്ടികളുടെ സംശയങ്ങൾ മാറാൻ. By different types of questions, the teacher can reach the children and establish a better rapport with them. നമ്മൾ ഈ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ ഈ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു നല്ല രീതിയിലുള്ള ബന്ധം ഉടലെടുക്കാനൊക്കെ കാരണമാകും. ദ എബിലിറ്റി ഓഫ് ആസ്കിംഗ് ക്വസ്റ്റ്യൻ ഈസ് എ മേജർ സ്കിൽ. നമുക്ക് ഒരു ചോദ്യം പല വിധത്തിൽ ചോദിക്കാം. വെറുതെ ഇങ്ങനെ കലപിലയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ നല്ല രീതിയിൽ സ്ട്രൈക്കിംഗ് ആയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഒരു മേജർ ആയിട്ടുള്ള സ്കില്ലാണ്. ആസ് ഫാർ ആസ് ടീച്ചർ ഈസ് കൺസേൺ, ടീച്ചറുടെ ഒരു ഭാഗം വെച്ച് നോക്കുമ്പോൾ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി unambiguous, ഡയറക്റ്റ് ആൻഡ് മീനിങ്ഫുൾ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു വാക്കില് ചെറിയ സംശയങ്ങൾ ഉണ്ടാവും. ഈ ഒനാംബിഗസ് എന്നുള്ളത് ആ ഒരു വേർഡിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ക്ലിയറും പിന്നെ കുട്ടികൾക്ക് എന്തായിരിക്കരുത്? റോങ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡുകൾ നൽകുന്നതും ആയിരിക്കരുത്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം. അതേപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം. അതേപോലെ തന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം. ഒരു ടീച്ചർ ചോദ്യം ചോദിക്കുന്ന അതേ രീതിയിലായിരിക്കും ചിലപ്പോ വിദ്യാർത്ഥികളുടെ മറുപടിയും വരിക. അതാണ് പറഞ്ഞിരിക്കുന്നത്, ദ വേ ദ ടീച്ചർ ആസ്ക് ക്വസ്റ്റ്യൻസ് ഡിറ്റർമൈൻസ് ദ റെസ്പോൺസ് ഫ്രം ദ ചിൽഡ്രൻ. അതും കൂടെ അവിടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഈ ഒരു ഉത്തരങ്ങൾ ലഭിക്കുന്നത് ഹെൽപ്സ് ടു ഡെവലപ്പ് എ ലേണർ സെന്റേർഡ് ക്ലാസ് റൂം. അതായത് നമ്മൾ ഈ ഒരു ഉത്തരങ്ങൾ എലിസൈറ്റിംഗ് ഹെൽപ്സ് ടു ഡെവലപ്പ് എ ലേണർ സെന്റേർഡ് ക്ലാസ് റൂം ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവിറോൺമെന്റ് ബൈ ലിങ്കിങ് ന്യൂ ആൻഡ് ഓൾഡ് ഇൻഫർമേഷൻ. അതായത് ഈ ഒരു എലിസൈറ്റിംഗ് എന്ത് ചെയ്യും? നമ്മളെ ലേണർ സെന്റേർഡ് ക്ലാസ് റൂം ആക്കും. അതേപോലെ തന്നെ ഒരു സ്റ്റിമുലേറ്റിംഗ് ആയ എൻവിറോൺമെന്റ് ഉണ്ടാകും. എങ്ങനെ? ഈ ഒരു ന്യൂ ആൻഡ് ഓൾഡ് ഇൻഫർമേഷന്റെ ലിങ്കിങ്ങിലൂടെ. എലിസിറ്റേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ഇൻ എ ലാംഗ്വേജ് ക്ലാസ് റൂം ആസ് ഇറ്റ് എൻഗേജസ് ലേണേഴ്സ് ടു പ്രൊഡ്യൂസ് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്. ഈ ഒരു എലിസിറ്റേഷൻ എന്നത് ഒരു ലാംഗ്വേജ് ക്ലാസ് റൂമിനെ പരിഗണിച്ചെടുക്കുന്നോളം നേരം അതെന്താണ്? ഒരു ക്ലാസ് റൂം, ഒരു ലാംഗ്വേജ് ക്ലാസ് റൂമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാര്യം അതാണ് നമ്മുടെ ഈ ഒരു സ്പീച്ചും റൈറ്റിംഗ് ഒക്കെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. ദ ടീച്ചർ ഹാസ് ടു യൂസ് ക്യൂസ്, പ്രോംപ്റ്റ്സ്, അസോസിയേഷൻ എക്സെട്ര ഫോർ എ പ്രോപ്പർ എലിസിറ്റേഷൻ. ഈ ഒരു എലിസിറ്റേഷന് വേണ്ടിയിട്ട് ടീച്ചർ എന്തൊക്കെ ഉപയോഗിക്കണം? ക്യൂസ് ഉപയോഗിക്കണം, പ്രോംപ്റ്റ്സ് ഉപയോഗിക്കണം, അതേപോലെ അസോസിയേഷൻസുകളൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് പറയുന്നത് റീഇൻഫോഴ്സിങ് ആൻഡ് എൻകറേജിങ് എന്നുള്ളതാണ്. അപ്പോ കുട്ടികളെ ഒരു റീഇൻഫോഴ്സ്, കുട്ടികളുടെ സ്വഭാവത്തിലെ നല്ല സ്വഭാവങ്ങൾ റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയും അതേപോലെ ഈ ഒരു എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ടീച്ചർ ടോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ ടീച്ചർ ഹു വിഷസ് ടു ഹാവ് എ പോസിറ്റീവ് ടോക്ക്. ഒരു ടീച്ചർ അവര് ഒരു പോസിറ്റീവ് ടോക്കിന് വേണ്ടിയിട്ട് വിഷ് ചെയ്യുന്ന ആളാണെങ്കിൽ ഷുഡ് ഓൾവേസ് കീപ് റീഇൻഫോഴ്സിങ് ആൻഡ് എൻകറേജിങ് വൈൽ ഇന്ററാക്ടിങ് വിത്ത് സ്റ്റുഡൻസ്. അപ്പോ
നമ്മൾ ഏത് തരത്തിലായിരിക്കണം കുട്ടികളോടൊരു പോസിറ്റീവ് ടോക്ക് നടത്തേണ്ടത്? ഏത് സമയത്തും നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുട്ടികളെ എൻകറേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ആബ്സെൻസ് ഓഫ് പ്രോപ്പർ റീഇൻഫോഴ്സ്മെന്റ്സ് അറ്റ് പ്രോപ്പർ ടൈം മേ അഡ്വേഴ്സ്ലി എഫക്ട് ദ ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഇപ്പൊ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെന്റ്സ് അത് കൃത്യസമയത്ത് ലഭിക്കാത്തത് ചിലപ്പോ എന്ത് ചെയ്യാം, ഇമോഷണൽ ഡെവലപ്പ് ആ ഒരു വിദ്യാർത്ഥിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ മോശമായിട്ട് ബാധിക്കാം. വെൻ ചിൽഡ്രൻ റെസ്പോണ്ട് ടു എ ക്വസ്റ്റ്യൻ കറക്റ്റ്ലി. അപ്പൊ നമ്മള് ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടി എന്താണ് ഒരു ക്വസ്റ്റ്യന് നല്ല രീതിയിലുള്ള ഉത്തരം നൽകുമ്പോൾ ദ ടീച്ചർ ക്യാൻ യൂസ് ഓഫ് മേക്ക് യൂസ് ഓഫ് വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ലൈക്ക് ഗുഡ്, വെൽ ഡൺ, എക്സലന്റ്, എക്സെട്ര. അപ്പൊ നല്ലൊരു ഉത്തരം കുട്ടി സ്വന്തം പറയുമ്പോൾ നമുക്ക് കുട്ടികളോട് എന്ത് പറയാം? ഗുഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വെൽ ഡൺ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സലന്റ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ നോൺ വെർബൽ റീഇൻഫോഴ്സസ് ലൈക്ക് ഷോയിങ് ഗസ്റ്റേഴ്സ് ലൈക്ക് തംസ് അപ്പ്, പാറ്റിംഗ് ഓൺ ദ ഷോൾഡർ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എന്താ പറയാ വെൽ ഡൺ അല്ലെങ്കിൽ എക്സലന്റ് എന്നൊന്നും പറയാതെ നമുക്ക് തംസ് അപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ പുറകിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് തട്ടാം. ദ റീഇൻഫോഴ്സസ് വിൽ എനേബിൾ ബിൽഡപ്പ് കോൺഫിഡൻസ് എമംഗ് സ്റ്റുഡൻസ്. ഇത്തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ എന്ത് ചെയ്യും, കുട്ടികളുടെ ഇടയിൽ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ്. ഈ ഒരു ടീച്ചർ ടോക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇൻസ്ട്രക്ഷൻസ് നൽകാനും അതേപോലെ തന്നെ ഡയറക്ഷൻസ് നൽകാനും ഉപയോഗിക്കുന്നു. The teacher has to give instructions or direction in connection with implementation of activities in the classroom. അപ്പോൾ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ടീച്ചർമാര് നിരന്തരം എന്ത് ചെയ്യേണ്ടി വരും? ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും നൽകേണ്ടി വരും. ചിൽഡ്രൻ പെർഫോം ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്ഷൻ ഫ്രം ദ ടീച്ചർ. ഈ ഒരു കുട്ടികളുടെ പെർഫോമൻസ് എന്തിന്റെ ബേസിലായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനുകളുടെയും ഡയറക്ഷന്റെയും ബേസ്ഡ് ആയിട്ടായിരിക്കും. ബിഫോർ അസൈനിങ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടാസ്ക്. നമ്മൾ ഒരു ഗ്രൂപ്പ് ടാസ്കോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ടാസ്കോ കൊടുക്കുന്നതിന് മുമ്പേ ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഓർ ഡയറക്ഷൻ ഷുഡ് ബി ഗിവൺ ടു ക്യാരി ഔട്ട് ദ ടാസ്ക്. അപ്പോ നമ്മളത് കൊടുക്കുന്നതിന് മുമ്പേ കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും നൽകിയിരിക്കണം. ദ ലാംഗ്വേജ് ഷുഡ് ബി ഈസി, മോട്ടിവേറ്റിംഗ് ആൻഡ് ഒബിയസ് ഇനഫ് ടു ബി കോംപ്രഹെൻഡഡ്. അപ്പോ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏത് തരത്തിലുള്ളതായിരിക്കണം? അത് ഈസി ആയിട്ടുള്ളതായിരിക്കണം, അത് മോട്ടിവേറ്റ് ആയിട്ടുള്ളതായിരിക്കണം, പിന്നെ അതെന്തായിരിക്കണം? ചെയ്യാൻ പാകത്തിനുള്ള ഒബിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ പറയാ, ഈ ഒരു ടീച്ചർ ടോക്ക് ഒരാവശ്യം വരുന്നത് നമുക്ക് ഫീഡ്ബാക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഈച്ച് ആക്ടിവിറ്റി, ഓരോ ആക്ടിവിറ്റിയുടെയും അവസാനം there should be a feedback session in order to understand the level of achievement of children. നമ്മൾ ഓരോ ആക്ടിവിറ്റി കഴിയുമ്പോഴും ഒരു ഫീഡ്ബാക്ക് സെഷൻ ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികളുടെ അച്ചീവ്മെന്റ് ലെവല് അറിയാൻ വേണ്ടിയിട്ട്. ദ ടീച്ചർ ഷുഡ് ഗെറ്റ് ദ ഫീഡ്ബാക്ക് ഓഫ് ദ ക്ലാസ് ത്രൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ഇന്ററാക്ഷൻ. ഈ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം, അതേപോലെ തന്നെ എന്തൊക്കെ ചെയ്യണം? ഇന്ററാക്ഷനിലൂടെയും നമുക്കറിയാം. ദിസ് ഫീഡ്ബാക്ക് വുഡ് എനേബിൾ ദ ടീച്ചർ ടു ഐഡന്റിഫൈ തിങ്സ്. ഈ ഒരു ഫീഡ്ബാക്ക് ടീച്ചർമാർക്ക് തന്റെ ഓരോ വിവിധ മേഖലകളിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും കുട്ടിക്ക് എന്തൊക്കെ മനസ്സിലായി എന്തൊക്കെ മനസ്സിലായില്ല എന്നുള്ളതും കൂടെ നമുക്കറിയാൻ പറ്റും. ഇതൊരു സെൽഫ് ചെക്കിനുള്ള അവസരം കൂടിയാണ്. നമ്മൾ ചെയ്ത പ്രവർത്തനം വർക്ക് ആയിട്ടുണ്ടോ എന്നറിയാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഇനി അടുത്തതായിട്ട് ഫോർമൽ
ടോക്കിന് എൻഗേജ് ചെയ്യാം. എൻഗേജിങ് ഇൻ ഫോർമൽ ടോക്ക് ആണ് അവസാനത്തെ കാര്യം. ദ ടീച്ചർ ഷുഡ് എൻഗേജ് ഇൻ ഫോർമൽ ടോക്ക് വിത്ത് ദ ചിൽഡ്രൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ക്ലാസ്. നമ്മൾ നേരിട്ട് പോയി ക്ലാസ് എടുക്കലോ അല്ലെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിനു മുമ്പ് എന്ത് ചെയ്യണം? വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു ചാറ്റ് കുട്ടികളുമായിട്ട് ഉണ്ടാക്കണം. എവറി ഡേ ഇൻ ദ ക്ലാസ് ദ ടീച്ചർ ക്യാൻ സെറ്റ് അപ്പാർട്ട് ഫ്രം സം ടൈം ഫോർ ഫോർമൽ ടോക്ക്. അപ്പൊ ഈ ഒരു ഫോർമൽ ടോക്കിന് വേണ്ടിയിട്ടുള്ള സമയം ക്ലാസ് എടുക്കുന്ന സമയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ചെറിയൊരു സമയം അവിടെ ഈ ഒരു ഫോർമൽ ടോക്കിനായിട്ട് വെക്കാം. This enables the teacher maintain better rapport and a healthy social relationship with the children. ഇത് എന്തിനു സഹായിക്കും? കുട്ടികളുമായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു റപ്പോർട്ടിനും അതേപോലെ ഹെൽത്തി റിലേഷൻഷിപ്പ് കുട്ടികളുമായിട്ട് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഒരു എന്താ ഡിഫറെന്റ് പർപ്പസ് ആയിട്ട് ടീച്ചർ ടോക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. കുറെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ കൂടി ഇത് ഒരു 2 വീഡിയോയിലൊക്കെ എടുത്ത് തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇന്നിവിടെ നിർത്തുകയാണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഏത് ഭാഗമാണ് മനസ്സിലാവാത്തത്, കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്തൊരു വീഡിയോവുമായിട്ട് വരുന്നവരെ താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.